എടാ ഈ മാസം 16-നാണ് കേട്ടാ എന്റെ കല്യാണം. കല്യാണമൊക്കെ അടുത്തല്ലേ? ഇതേത് മാസോടാ? സെപ്റ്റംബർ. അയ്യോ, നിന്റെ കല്യാണം എനിക്ക് കൂടാൻ പറ്റൂല. അതെന്ത്? അന്ന് ഞാൻ അവിടെ കാണൂലടാ. അതിന് നീ എവിടെ പോണ്? അങ്ങനെയൊക്കെ ചോദിച്ചാ എവിടെയെങ്കിലൊക്കെ പോണം. നീ എന്തോന്നടാ ഈ പറയണ? സുഹൃത്തെ, കഴിഞ്ഞ കൊല്ലം ഞാൻ കരിങ്കോഴി ബിസിനസ് നടത്താൻ വേണ്ടി ആ ബ്ലേഡ് പാണ്ടിമുത്തുവിന്റെ പൈസ വാങ്ങിച്ചത് നിനക്ക് ഓർമ്മ ഉണ്ടല്ല? ഓ പിന്നെ, ആ ബിസിനസ് പൊട്ടേം ചെയ്തല്ല. ആ പൈസ തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അത് പലിശയ്ക്ക് മേൽ പലിശയായി കുമിഞ്ഞുകൂടി ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ വരെ ആയിട്ടുണ്ട്. 10 ലക്ഷം രൂപ? അയ്യോ, ഇപ്പോഴേ ഞെട്ടണ്ട, ബാക്കിയുണ്ട് പറയാൻ. വാ, ഈ മാസം 16-ആണ് അങ്ങനത്തെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കണം. അന്ന് എനിക്ക് പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ എന്നെ വെട്ടി നെറുക്കും. അപ്പോൾ ഞാൻ മുങ്ങണ്ടേ? വെട്ടാ? നിനക്കെന്താ ഒരു പേടിയും ടെൻഷനും ഇല്ലാത്ത? അതൊക്കെടാ ടെൻഷൻ. പൈസ കൊടുക്കേണ്ട വഴി ആലോചിച്ചല്ലേ ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോ പൈസ ഇല്ല, പൈസ കൊടുക്കാനുള്ള വഴി അറിഞ്ഞൂടാ. അയ്യോ, എന്തൊക്കെ പറഞ്ഞാലും നീ കല്യാണത്തിന്റെ തലേ ദിവസമെങ്കിലും പറഞ്ഞ കേട്ടാ. തലേന്ന് പറയുമ്പോ സെപ്റ്റംബർ 15. നീ നമ്മളെ പണിക്കരേട്ടനെ കല്യാണം വിളിച്ചായിരുന്നാ? ഓ, വിളിച്ചല്ല. വെരി ഗുഡ്. എന്താടാ? കരിങ്കോഴി ബിസിനസിന്റെ ഇടിവ് നടത്താൻ വേണ്ടി ഞാൻ നമ്മളെ പണിക്കരേട്ടനെ 5 ലക്ഷം രൂപ വാങ്ങിച്ച് ഈന്തപ്പഴ കൃഷി നടത്തിയായിരുന്നു. അതും പൊട്ടി. ഈന്തപ്പഴ കൃഷിയാ ഈ കണ്ടത്തില്ല? നമ്മൾ ലൊട്ടലുടക്കും മനാഫിന്റെ മോനില്ലേ, അവ എന്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഈന്തപ്പഴ കൃഷി ഇറക്കിയിട്ട് നമുക്ക് സൗദിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാന്ന്. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്താ? അവനെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. എക്സ്പോർട്ട് ചെയ്യാവനാ ഉള്ള പാട്ടി നാറിച്ചറ്റ. എന്തായാലും കൊള്ളാം. അപ്പൊ നിനക്ക് എന്റെ കല്യാണത്തിന് വരാൻ പറ്റൂലല്ലേ? നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ കല്യാണം ഒരു 10 കൊല്ലം കഴിഞ്ഞ് നടത്താൻ പറ്റും. നാട്ടിൽ മൊത്തം കടവുണ്ട്, അതൊക്കെ കൊടുത്തിരുമ്പോ ഒരു 10 കൂടിപ്പോ 25 കൊല്ലം. ആറ്റുനോറ്റ് കിട്ടിയ പെണ്ണാണ്ട്രാ, അതുകൊണ്ട് ഞാൻ നിന്നെ വരാൻ നിർബന്ധിക്കില്ല. സാരമില്ല, എനിക്ക് നിന്റെ വികാരം മനസ്സിലാവും. അപ്പൊ ഓൾ ദ ബെസ്റ്റ് അളിയാ. സള്ളേ പണിക്കരേറ്റം പശുവിനെ കൊണ്ടുവരണം. ഇപ്പൊ പൈസ ചോദിക്കും. ഞാൻ പോണേ. മംഗളോ ഭവന്തു. ചേട്ടാ ഒരു ചായ. ചായയുടെ പറ്റി കൊറേ ആയി ചേട്ടാ. നിങ്ങൾക്ക് നാണല്ലേ ചേട്ടാ ഇങ്ങനെ എച്ചി കണക്ക് പറയാൻ? എച്ചി കണക്കാ? 5 കൊല്ലത്തെ പൈസ ചോദിച്ചപ്പോ എച്ചി കണക്കെന്ന്? തരാം തരാം. എടാ, നിന്റെ അച്ഛൻ എത്ര നല്ല മനുഷ്യനായിരുന്നു. അച്ഛൻ ആനപ്പുറത്ത് കയറി പറഞ്ഞോണ്ട് മോന്റെ ഇവിടെ തരും പറഞ്ഞോണ്ടാ. യവനെ പോലെ ഒരു ഗണ. ചായടിക്ക്. ഇതെന്തരെണ്ണ ഇത്? നിനക്ക് ഇതിലൊക്കെ മതി. മാട്ട ചായ ഇട്ട് വരും. എന്തോ ചന്ദ്രിക ചേച്ചി വാങ്ങിച്ചോണ്ട് പോയ 1 ലക്ഷം രൂപ എവിടെയാ? അത് വെറും 1 ലക്ഷം രൂപയിൽ ഒതുക്കാനുള്ളതാണോ ചേച്ചി നമ്മൾ തമ്മിലുള്ള ബന്ധം? നമ്മൾ തമ്മിലുള്ള ബന്ധം 1 ലക്ഷം രൂപയിൽ ഒതുങ്ങും. ചേച്ചിയുടെ മൂത്ത മോള് നഴ്സിംഗ് കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുകയല്ലേ? ഇവിടെ ഉണ്ട്. കല്യാണമൊക്കെ നോക്കിയല്ലേ? നോക്കണ്. എങ്കിന് വേറെ പയ്യനെ ആലോചിക്കണ്ട കേട്ടാ, മോളെ ഞാൻ കെട്ടിക്കോളാം. ഓ, ചേച്ചിക്ക് ഞാൻ തരാനുള്ള 1 ലക്ഷം രൂപ കുറച്ചിട്ട് എനിക്ക് ശ്രീധന തന്നാതി. എനിക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല. 10 കോടി രൂപ രൊക്കം പൈസ, ഒരു ബെൻസാർ. അപ്പൊ കല്യാണത്തിന് കാണാം. സമ്മതിക്കൂല. എന്താ ചേച്ചി ഓരോരോ ഉടായിപ്പ്. എടാ, നിന്റെ അച്ഛൻ എന്ത് നല്ല മനുഷ്യനായിരുന്നടാ. ഓ, തുടങ്ങി. അതെ അതെ, ചന്ദ്രിക ചേച്ചി എപ്പോഴും കാണണമെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അച്ഛന്റെ അവസാന നാളില് ചന്ദ്രിക ചേച്ചിയെ കാണണമെന്ന് എന്നും എന്റെ അടുത്ത് പറയുമായിരുന്നു. അതെനിക്ക് കാണാൻ വരാൻ പറ്റിയില്ലടാ. ഞാൻ ഊട്ടിയിൽ 1 ഡേ ട്രിപ്പിന് പോയിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തൊരു കാര്യം? എല്ലാ ഭാര്യയും കൂടെ എന്റെ ഈ തലയിലാക്കിയിട്ട് അച്ഛങ്ങ് പോയി. ചേച്ചി ഒന്ന് കരയട്ടാ. ചായ പൈസ കൊടുക്കണേ ചേച്ചി. പോട്ടാ. എടീ ചന്ദ്രിക, നിന്നെ അവൻ പറ്റിച്ചാണ്. ഇവരെയൊക്കെ പൈസ എന്ന് കൊടുത്ത് തീർക്കുമെന്ന് ഈശ്വരാ. എന്താ ചേച്ചി? നിന്നെ തിരക്ക് നിന്റെ വീട്ടിൽ ആ ബ്ലേഡ് പാണ്ടിമുത്തോന്ന് നിൽക്കണം. ഈശ്വരാ. എടാ, എന്റെ പൈസ ഇപ്പൊ തരുവാടാ. ഓ, ഇനി അതൊക്കെ ചേച്ചിക്ക് വേണോ? പിന്നെ വേണ്ടേ? ഞാൻ തരും. വിത്തിൻ 24 hours അല്ല 24 years I will give back you money. Okay, definitely. ആ പൈസയും പോയി. അയ്യോ, തമ്പുരു പാണ്ടിമുത്തു. அறிவு கிட்ட முண்டமே, எங்கடா என் பணம்? எங்கடா ஒளிஞ்சிருக்கே? இறங்கி வாடா. ഈശ്വര, ഇതിപ്പോ എന്താ ചെയ്യും? വീടിന്റെ ബാക്ക് വഴി കയറാം. டேய் பால, உண்மையான ஆம்பளை இருந்தா மறைஞ்சு நிக்காம இறங்கி வந்து என் பணத்தை குடுறா. டேய்
बोलो तुम। ഇത് എന്താ ഊരടാ? മേ പാണ്ടി മുത്തു ബ്ലേഡ് വട്ടി ഹൈ ഹൂ ए क्या? ക്യാ ക്യാ ഏ സർദാർജി ബാലൻ എങ്കടാ? बालन मुझे नहीं मालूम. മണ്ടന് മനസ്സിലായില്ല. വീട് മാറിപ്പോച്ചാ? ഏ സർദാർജി ഇത് ബാലനോടെ വീട് തന്നെ? अरे पागल आदमी, बालन कौन है? इस घर मेरा है, लकी सिंह. अरे सोनी कुड़ी. ஓய் சோனிக்குடி பாலன் எங்கடா? சொல்றா தம்பி சொல்லு. எனக்கு தமிழ் தெரியாதடா அறிவு கட்ட முண்டமே. நான் हिंदी में पेसूंगा. बालन मेरे पैसे के साथ मुंगी हो गया. सोनी कुड़ी पुरिंजदा? पुरिंजது. बालन कौन है? बालन तुम्हारा तंदा. मैं पो रहा हूँ, नाले कालेले आ रहा हूँ. अच्छा. கடவுளே என்னோட 15 லட்சம் போச்சே. 15 லட்சம்? ഞാൻ നിങ്ങളത് 10 ലക്ഷല്ലേ വാങ്ങിച്ചാ? அது நான் ரவுண்ட் பண்ணி சொன்னேன் தம்பி. அப்படி சொல். நீதானே பாலன்? ബാലൻ കോൻ ഹേ? டேய் பாலா இல்ல வாங்க. രക്ഷപ്പെട്ടേ. പെടുക്കാനും പറ്റണല്ല. ഇവിടെ നിന്ന് പെടുക്കാം. പെട്ടെന്ന് അങ്ങോട്ട് പോ. ബാലനല്ലേ? ഹലോ ബാല. ഹലോ പണിക്കരേട്ടാ. എന്റെ പൈസ ഇപ്പൊ തരൂടാ നീ. പൈസ നിങ്ങളിപ്പോ മൂത്രമൊഴിക്കാനാ വന്നത് അതാ പൈസ വാങ്ങിക്കാനാ? അത് മൂത്രമൊഴിക്കാൻ. എനിക്ക് മൂത്രമൊഴിക്കും. എപ്പോഴും പൈസ പൈസ എന്നൊരു വിചാരം. ഇതൊന്ന് കഴിയട്ടെ. പെട്ടെന്ന് പെടങ്ങോട്ട്. പണിക്കരേട്ടാ നിങ്ങളൊരു കാര്യം അറിഞ്ഞാ? പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് പെടുക്കാൻ പാടില്ല. അഥവാ പെടുത്താൽ തന്നെ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടേ എണീക്കാവുള്ളൂ. ഇന്നലെ വൈദ്യശാസ്ത്രത്തിന്റെ റിപ്പോർട്ട് പത്രത്തിലുണ്ടായിരുന്നു. അറിയില്ലായിരുന്നു? ഓ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ ശരീരം തളർന്ന് കിടപ്പിലായി പോവെന്ന്. നിങ്ങൾക്ക് വല്ലതും പറ്റിപ്പോയാ നമ്മളെ ജാനകി ചേച്ചിക്ക് വേറെ ആരുണ്ട്? അത് ശരിയാണല്ലോ, അവൾക്ക് വേറെ ആരുണ്ട്? നിങ്ങളൊരു 10-20 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കുകയെ ഞാൻ നിങ്ങളെ പൈസയായിട്ട് കവലയെ കാണും കേട്ടാ. ഓടാ. പറ്റിച്ചതാവൂലല്ലേ അവൻ? ചേച്ചി ഒരു സോഡ. സോഡ മട്ടും പോതുമാ കണ്ണ്. പാണ്ടി പുത്തു. ചേച്ചി സോഡ ക്യാൻസൽ. അമ്മ ഇത് എന്താ ഇടം? ബാല എന്നോട് പൈസ കൊടുത്തിട്ട് പോടാ. പൈസ കൊടുക്കാൻ ഞാൻ അടുക്കി വെച്ചേക്കല്ലേ, ഒന്ന് പോയി എണ്ണ. പാണ്ടിരിന്ന് രക്ഷപ്പെട്ട്. പണിക്കരട്ടാ നിങ്ങൾ എത്ര പെട്ടെന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാ? തീർന്ന്. എങ്ങടാ പോകരേ? ഇതേത് തമിഴൻ? ഓക്കെ ഞാൻ എന്റെ തോൽവി സമ്മതിച്ചു. ഞാൻ നിങ്ങളെ പൈസ ഇപ്പൊ തരും. ആദ്യം പണിക്കരന്റെ പൈസ കൊടുക്കാം ഞാൻ. അത് മതി അത് മതി. പെട്ടെന്ന് പെട്ടെന്ന്. അപ്പൊ എന്നോട് പൈസ പൈസ പറഞ്ഞില്ലല്ല. ഓ അത്യാവശ്യക്കാരൻ മുത്തുവണ്ണനാണല്ലേ? പണിക്കരട്ടാ ആദ്യം ഞാൻ മുത്തുവണ്ണന് പൈസ കൊടുക്കാമേ. പൈസ ഓടിയോടെ. അതെങ്ങനെ ശരിയാവും? ആദ്യം എന്റെ പൈസ തന്നെ നീ തരണം. എന്നടാ ഗലാട്ടാ? இந்த முத்துவோட பைசா தான் முதல்ல கிடைக்கணும். நீ எடுறா தம்பி. முதல்ல சீங்கண்ணி இறங்கி போடா தமிழா. അയ്യോ என்னடா அவன் சொன்ன? അണ്ണാ അണ്ണൻ അവൻ തെറി പറഞ്ഞു. ஓ தெரி வரைஞ்சா கொப்பா மவனே, நீ எனக்கு பூச்சாண்டி மாதிரிடா பூச்சாண்டி. உனக்கு சமாதிடா சமாதி. ഇവിടെ ബാല അവന്തരടാ പറയണ. പണിക്കരട്ടാ അത് വെളിയിൽ പറയാൻ പറ്റൂല. അമ്മാതിരി തെറി വിളിക്കാണ് തന്നെ. തമിഴാ വരാ. என்னடா இந்த கேரளாக்கு வந்து ஜாஸ்தி விளையாட வேண்டாம். என்னடா சட்டியை கழிக்கிறடா? சட்டியை கழிக்கிறத குளிக்க சர்பத்து. ஆமாடா எனக்கு தஞ்சாவூர்ல சர்பத்து கடைடா. சர்பத்து கடை கழிக்கிறடா. எக்ஸ்கியூஸ் மீ கொஞ்சம் வழி விடுங்கோ. ஆமா. டேய் போங்கடா. டேய் கேரளா குரங்கு. என்னடா தமிழ் குரங்கு? நம்ம திருட்டு மூஞ்சி பாலன் எங்கடா? பாலன் அங்க எங்க? அவன் வீണ്ടുம் ஏமாத்திட்டுடா. கடவுளே என்னோட 15 ലക്ഷം. അണ്ണാ ഞാൻ നിങ്ങളെ 15 ലക്ഷം വാങ്ങിച്ചാ 10 ലക്ഷല്ലേ വാങ്ങിച്ചാ? டேய் பாலா